സോഷ്യൽ മീഡിയയിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത് വൺ ആൻഡ് ഓൺലി അനീഷ്. നല്ലൊരു കൈയടികളോട് കൂടി തന്നെ ഞാൻ വേദിയിലേക്ക് അനീഷിനെ സ്വാഗതം ചെയ്യുകയാണ്. MS ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇന്നത്തെ ഷോറൂം ഇനോഗ്രേഷനോടനുബന്ധിച്ചുള്ള എന്റർടൈൻമെന്റ് സെഗ്മെന്റിലെ പല വർഷങ്ങൾക്ക് മുമ്പ് റിലീസ് പാട്ടിനോടുള്ള പ്രേക്ഷകരുടെ ഇഷ്ടമാണ് വീണ്ടും ആ പാട്ടിനെ പുതിയ രൂപത്തിൽ കണ്ടപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ആ ഒരു പാട്ട് നിയാസ് ആണ് നമുക്ക് വേണ്ടി പാടിത്തരാൻ പോകുന്നത്. വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്സ്. ഈ പാട്ട് ഇഷ്ടമുള്ള എല്ലാവർക്കും വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യാണ്. ദയവ് ചെയ്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ റോഡ് നമ്മൾ ബ്ലോക്ക് ആക്കരുത്. ഇതിലൂടെ ഒരുപാട് വാഹനങ്ങൾ കടന്നു പോകുന്ന പ്രധാന വഴിയാണ്. നല്ല തിരക്കുള്ള സമയമാണ്. ഞങ്ങളൊക്കെ വല്ലപ്പോഴും ഈ നാട്ടിൽ വരുന്ന ആളുകളാണ്. നിങ്ങൾ ഈ സ്വന്തം നാട്ടുകാരാണ്. അപ്പൊ ഇവിടുത്തെ തിരക്കും ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പോകുന്ന വാഹനങ്ങൾ, ആംബുലൻസ് പോലുള്ള എമർജൻസി വാഹനങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് നമുക്ക് കടത്തി വിടേണ്ടതാണ്. ഓരോ ജീവനും അതിൻ്റെതായ വാല്യൂ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് റോഡ് ബ്ലോക്ക് ചെയ്യാത്ത വിധം ദയവായിട്ട് നിങ്ങൾ ഒന്ന് മാറി നിന്ന് കഴിഞ്ഞ് വളരെ ഭംഗിയായിട്ട് നമുക്ക് ഇവിടുത്തെ പരിപാടികളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ദയവായിട്ട് എല്ലാവരും ഞങ്ങളോട് സഹകരിക്കുക. അടുത്ത പാട്ടിന് വേണ്ടി നിർദ്ദേശങ്ങൾ പാലിക്കുക. അത് നമുക്ക് വേണ്ടിയാണെന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയുക. അവർക്ക് വേണ്ടി എന്നതിനപ്പുറത്തേക്ക് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ നിൽക്കുന്ന എല്ലാവരും മറ്റുള്ളവർക്ക്, യാത്രക്കാർക്ക്, ബസ്സുകൾ ഒക്കെ പോകുന്ന ഈ ചടങ്ങിലേക്ക് ഞാൻ ഹൃദയപുരസ്സരം ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. MS ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മത്തിന്റെ ഭാഗമാകുന്നതിനായി ഓരോരുത്തരും എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയായതുകൊണ്ട് തന്നെയാണ് ചില വിജയങ്ങൾ ഇത്രമേൽ ധന്യമായി നമുക്ക് ആഘോഷിക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ MS ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിജയത്തിന്റെ നിർണായകമായ പങ്കുവഹിച്ച അടുത്തൊരു കുടുംബാംഗം കൂടിയാണ് സമീർ സർ. ഓൾസോ ഇൻവൈറ്റ് ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ ഡയമണ്ട്സ് എന്ന് കിട്ടാനുണ്ട്. ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ ഈ ചടങ്ങിന്റെ ഭാഗമാകുന്നതിനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നു. സ്നേഹാദരങ്ങളോടെ നമുക്ക് അവരെ വേദിയിലേക്ക് ക്ഷണിക്കാം. അല്പസമയത്തിനകം തന്നെ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA അവർ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഈ വേദിയിൽ ഉണ്ടാകും. എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വിശിഷ്ടാതിഥികളെയും ഈ വേദിയിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TP വേണുഗോപാൽ സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ ദയവായി വേദിയിലേക്ക് എത്തിക്കുകയാണ്. ടൗൺ വാർഡ് മെമ്പർ റെജീന പൂക്കോത്ത് അവരുടെ സാന്നിധ്യം വേദിയിലേക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു. സുപ്പീരിയർ മൗണ്ട് കാർമൽ ആശ്രമം പേരാവൂർ റെവറൻഡ് ഫാദർ തോമസ് കുഴിയാൽ അവരുടെ സാന്നിധ്യം വേദിയിൽ പ്രതീക്ഷിക്കുകയാണ്. പേരാവൂർ ശ്രീകൃഷ്ണ ക്ഷേത്ര മേൽശാന്തി പുരുഷോത്തമൻ നമ്പൂതിരി VI അദ്ദേഹത്തിന്റെ മഹനീയമായ സാന്നിധ്യത്തെ നമുക്ക് വേദിയിൽ പ്രതീക്ഷിക്കാം. പേരാവൂർ ടൗൺ ജുമാ മസ്ജിദ് ഖത്തീബ് മൂസ മൗലവി വയനാട് എന്നിവരുടെ എല്ലാവരുടെയും സാന്നിധ്യം വേദിയിൽ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട എല്ലാ അതിഥികളെയും ഈ ചടങ്ങിന്റെ ഭാഗമാകുന്നതിന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. വരും എല്ലാ വിശിഷ്ടാതിഥികളും വേദിയിലേക്കായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. പേര് അനൗൺസ് ചെയ്തിട്ടുള്ള എല്ലാ വിശിഷ്ടാതിഥികളും ചടങ്ങിന്റെ ഭാഗമാകുന്നതിനായി ഈ ശുഭകരമായ മുഹൂർത്തത്തിൽ നമ്മുടെ കൂടെ പങ്കുകൊണ്ടുകയാണ്. ഞാൻ ഋതുവിന്റെ കയ്യിലേക്ക് മൈക്ക് കൊടുക്കുകയാണ്. ഋതു എന്താ പറയാനുള്ള ഈ ഒരു സന്തോഷ മുഹൂർത്തത്തിൽ? രാജ്യനോടൊപ്പം ഒരു വേദിയുടെ ഭാഗമാകാൻ പറ്റാന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. MS ഗോൾഡൻ ഡയമണ്ട്സിനാകുമ്പോൾ അതിന് കൂടുതൽ പ്രത്യേകതകൾ ഉണ്ടാവും. MS ഗോൾഡിന് മാത്രമല്ല, എന്റെ നാട്ടില്, ഞാനും കണ്ണൂരിന്നാണ്. എന്തെല്ലാം സുഖന്നെ പൊരക്കല്ല സുഖന്നാണോ? ഒന്ന് ഒച്ചത്തിൽ പറയും. നമ്മളെ ധ്യാൻ ചേട്ടൻ ഇവിടെ കൈ വരെ ഒടിഞ്ഞിട്ട് പാവം അവിടെ നിൽക്കുകയാണോ? അപ്പൊ തല്ലി ഒടിച്ചതല്ല, ഞാനും അതിനെ ചോദിച്ചു വരുമ്പോ. കാരണം ധ്യാൻ ചേട്ടന്റെ ഇന്റർവ്യൂസും എനിക്ക് തോന്നുന്ന വീട്ടിൽ നിന്ന് തന്നെ അച്ഛൻ കൈ ഒടിക്കാൻ സാധ്യതയുണ്ട് അല്ലെ, വീട്ടിലെ കുറെ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ട്. എനിവേ വളരെയധികം സന്തോഷം. ഞാനും ധ്യാൻ ചേട്ടനും കൂടെ അഭിനയിച്ച ഒരു സിനിമ സൂപ്പർ സിന്ദഗി, അത് റിലീസ് ആയിട്ടുണ്ടായിരുന്നു 2 വീക്സ് മുന്നേ. കണ്ടിരുന്നോ? ഇതൊക്കെ ചേട്ടൻ ആര് കാണാനൊക്കെ. വെരി ബിസി. എല്ലാ മാസവും എല്ലാ വീക്കിലും പടങ്ങൾ ഇറങ്ങണതുകൊണ്ട്. പക്ഷെ എനിക്ക് വളരെയധികം സന്തോഷമായിരുന്നു അഭിനയിക്കാൻ. കാരണം നമ്മുടെ നാട്ടിലുള്ള ഒരാളുടെ കൂടെ അഭിനയിക്കുക. എനിവേ താങ്ക് യു സോ മച്ച്. നമ്മുടെ നാട്ടിൽ, ലോകത്തിൽ എവിടെ നമ്മൾ പരിപാടി അവതരിപ്പിച്ചാലും നമ്മളെ സ്വന്തം നാട്ടിലെ ഒരു കാര്യത്തിൽ വരുമ്പോൾ അതിന്റെ സന്തോഷം വളരെയധികം കൂടുതലാണ്. പേരാവൂര് ഞാൻ ചെന്നൈയിൽ നിന്നും അല്ലെങ്കിൽ ഞാൻ സമ്മർ വെക്കേഷന് വരുമ്പോൾ ഏറ്റവും കൂടുതൽ മക്കളാണ്. കാരണം എന്റെ അമ്മയുടെ ബന്ധുക്കളുണ്ട്, എന്റെ കസിൻസ് ഉണ്ട്. അപ്പൊ
ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പം താങ്ക് യു സോ മച്ച്. ഗോൾഡ് ഞാൻ ഇവിടെ വിളിച്ചു, അങ്ങനെ ഇവിടെ വരാൻ പറ്റി. അപ്പോൾ
വളരെ ഹാപ്പിയായി വളരെ സന്തോഷമായിട്ട് നമ്മുടെ കൂടെയുണ്ട്. ധ്യാൻചേട്ടന്റെ പുതിയ സിനിമകളൊക്കെ തിയേറ്ററുകളിൽ ഇനിയും ഇറങ്ങാനിരിക്കുന്നു. ഒരുപാട് നല്ല സിനിമകൾ ഇനിയും അദ്ദേഹം ഡയറക്ട് ചെയ്യാനിരിക്കുന്നു. ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഒരു ആഘോഷ മുഹൂർത്തമാണ്. MS ഗോൾഡൻ ഡയമണ്ട്സിന്റെ ആഘോഷത്തിലേക്ക് നിങ്ങളെല്ലാവരെയും കുടുംബസമേതം ഒരിക്കൽ കൂടി നമുക്ക് ക്ഷണിക്കേണ്ടതുണ്ട്. 9 ഭാഗ്യശാലിക്കുള്ള നറുക്കെടുപ്പ് കൂടി നമുക്കിവിടെ നിർവഹിക്കേണ്ടതുണ്ട്. MS ഗോൾഡൻ ഡയമണ്ട്സിന്റെ പ്രൗഢഗംഭീരമായ ഉദ്ഘാടന കർമ്മത്തോടനുബന്ധിച്ചുള്ള ആഘോഷമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ധ്യാൻചേട്ടൻ ഞങ്ങളുടെ അടിപൊളിയാണ്, ഉഗ്രനാണ് എന്നുള്ളൊരു അഭിപ്രായം തന്നെയാണ് അദ്ദേഹം എല്ലാവരോടും ഷെയർ ചെയ്യുന്നത്. ബിക്കോസ് അത്രയും ഒരു ഹാൻഡ് പിക്ഡ് ഐറ്റം, നല്ല യുണീക്ക് ആയിട്ടുള്ള ഡിസൈൻസ്. രാവിലെ ഞാൻ പോയി ഒരു രീതിയിൽ നമ്മളൊന്ന് കറങ്ങിയതാണ്. അപ്പൊ തന്നെ മനസ്സിലായി ഒരുപാട് പുതുമകളുള്ള ഡിസൈനുകളും പാറ്റേണുകളും ഒക്കെയാണ് അവിടെ ഉള്ളതെന്നുള്ളത്. എല്ലാവർക്കും ഒരുപാട് സ്നേഹം, ഒരുപാട് സന്തോഷം. ധ്യാൻ ശ്രീനിവാസൻ എന്ന മലയാളികളുടെ പ്രിയങ്കരനായ ചലച്ചിത്ര കുടുംബത്തിലെ അംഗം, നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ചേട്ടൻ. അപ്പോൾ തിരക്കടിക്കേണ്ട കാര്യമില്ല. നമുക്കറിയാം അദ്ദേഹത്തിന് ചെറിയ ശാരീരിക ബുദ്ധി. എല്ലാവർക്കും പോലീസ് ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ തന്നെ നല്ലവരായ നാട്ടുകാരോട് എല്ലാവരോടും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ. താങ്ക്സ് എ ലോട്ട്.
എല്ലാം സെറ്റാണ്. അതങ്ങ് എടുത്ത് പിടിച്ചാൽ മതി. അതുപോലെ എല്ലാ പഠിക്കുന്നതിന്റെ ഭാഗ്യശാലികൾ എന്നുള്ളത് 1 ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ അതേപോലെ 10 പേർക്കാണ് നമ്മൾ നൽകുന്നത്. 10,000 rupees വെച്ചിട്ട് 10 പേർക്കുള്ള സമ്മാനങ്ങൾ, 1 ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ. ഇന്ന് അത് ലഭിക്കാൻ പോകുന്ന ഭാഗ്യശാലികൾ നിങ്ങളിൽ ആരുമാകാം. അല്പസമയത്തിനകം തന്നെ MS ഗവൺമെന്റ് ഡൈവേഴ്സിന്റെ ഗംഭീരമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി മലയാളികളുടെ ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ ഒരു ട്രെൻഡിംഗ് പാറ്റേൺ ഏത് മോഡൽ എന്ന് സെലക്ട് ചെയ്താലും 2.9% മാത്രമാണ് ഈ 3 ദിവസം ഇന്നോവർ ഓഫറായിട്ട് നമുക്ക് മേക്കിംഗ് ചാർജിൽ അടിപൊളിയായിട്ടുള്ള ഓഫർ അവർ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഇതൊരു ടോട്ടൽ ഓപ്പർച്യൂണിറ്റി ആണ്. വെറും 2.9% മേക്കിംഗ് ചാർജ് പറഞ്ഞാൽ നമുക്ക് സ്വപ്നങ്ങളോട് പോലും പറ്റില്ല ഇന്നത്തെ ഒരു സിറ്റുവേഷനെ സംബന്ധിച്ച്. പക്ഷെ അത് സ്വപ്നമല്ല, അത് യാഥാർത്ഥ്യമാക്കി തരികയാണ് MS ഗവൺമെന്റ് ഡൈവേഴ്സ്. ഔദ്യോഗികമായ ഉദ്ഘാടന യോഗത്തിന്റെ ഭാഗമാകാനായിട്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് സമ്മാനങ്ങൾ